CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു. ആ ചർച്ചയ്ക്കിടയിൽ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുമായിട്ടുള്ള ഈ CJ റോയിയുടെ ബന്ധം. അന്നേരം അത് പറഞ്ഞത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? ഒരു റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിനെയും ആ കുടുംബത്തിനെയും പ്രതിസന്ധിയിലാക്കി റോയ് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ക്രിസ്റ്റൽ ഗ്രൂപ്പാണത്. ഇത് ഇന്നലെ നമ്മൾ അച്ചടി മാധ്യമത്തിലൊക്കെ ജോലി ചെയ്തതുകൊണ്ട് പല കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ അറിയാമെങ്കിലും നമ്മൾ കുറേ കാര്യങ്ങൾ പറയാതിരിക്കുമല്ലോ. പക്ഷേ ഇതിപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വന്ന് തുടങ്ങി. കാരണം പല ആളുകൾക്കും എനിക്കിത് നേരത്തെ അറിയാവുന്നതാണ്, കുറേ വർഷങ്ങൾക്ക് മുമ്പേ അറിയാം, സംഭവിച്ച കാലത്ത് തന്നെ. അങ്ങനെ പല ആളുകളെ പറ്റിയും നമുക്ക് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ് പല ആളുകളുമായിട്ട് അടുപ്പമൊക്കെ സ്ഥാപിക്കാൻ പോകാത്തത്. പക്ഷെ നമ്മളെപ്പോഴും ഇവരുടെ കരിയർ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഇത് ഇപ്പോൾ രാജീവ് മേനോൻ, സുനിൽ പരമേശ്വരൻ, സുരേഷ് ബാലകൃഷ്ണൻ, ഇങ്ങനെ പല ആളുകളും ഇത് എഴുതി കാണുന്നുണ്ട്. എന്നാൽ പിന്നെ അത് പറഞ്ഞേക്കാം എന്ന് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ക്രിസ്റ്റൽ ഗ്രൂപ്പ് വീണ്ടും പിച്ചവെച്ച് തുടങ്ങിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ റോയ് അതിൻ്റെ മാനേജറായിരുന്നു, പ്രോജക്റ്റ് മാനേജറൊക്കെ ആയിരുന്നു റോയ് ഒരു കാലത്ത് ഹ്യൂലറ്റ് പക്കാർഡിലെ ജോലി രാജിവെച്ചതിന് ശേഷം. അപ്പോൾ ഇപ്പോൾ ഈ രാജീവ് മേനോൻ എന്ന് പറഞ്ഞൊരു NRI 2000 ആണ്ട് മുതൽ റോയിയെ അറിയുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വേറൊരു കാര്യമാണ്, ഇതല്ല, ക്രിസ്റ്റൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അപ്പോൾ ഇത് ഈ ക്രിസ്റ്റൽ എന്നുള്ള പേര് വന്നിരിക്കുന്നത് സാധാരണ നമ്മൾ CRY എന്ന് തുടങ്ങുന്ന ക്രിസ്റ്റൽ അല്ല, ഇത് KRI എന്ന് തുടങ്ങുന്നതാണ്. അതെന്താന്ന് വെച്ചാൽ കൃഷ്ണൻ നമ്പൂതിരി, ലത നമ്പൂതിരി ഭാര്യ, ഇവരുടെ പേരുകൾ ചേർത്തിട്ടുണ്ടാക്കിയതാണ് ഈ ക്രിസ്റ്റൽ എന്നുള്ള പേര്. ലത എന്നുള്ളത് തിരിച്ചിട്ടാൽ ക്രിസ്റ്റലിന്റെ അവസാന ഭാഗം കിട്ടുമല്ലോ, കൃഷ്ണൻ നമ്പൂതിരിയുടെ ക്രിസ്തും. അപ്പോൾ അങ്ങനെയാണ് ഈ ക്രിസ്റ്റൽ വരുന്നത്. അപ്പോൾ അവർക്ക് അവിടെ ഒരു ഗേറ്റഡ് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പ്ലോട്ട് എടുത്തിട്ട് അതിൻ്റെ അകത്ത് വില്ലകൾ പണിയുന്ന ഒരു പദ്ധതി. ആ വില്ലയിൽ ഒരു വില്ല ബുക്ക് ചെയ്ത് വാങ്ങിച്ച ഒരാളുടെ അനുഭവ കഥയിൽ നിന്നുള്ള കാര്യങ്ങളും കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. അയാൾ അവിടെ ബുക്ക് ചെയ്തിരുന്നു. അയാൾ ബുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, കൃഷ്ണൻ നമ്പൂതിരി ആ കാലത്ത് ഒരു പുതിയ ആശയം കൊണ്ടുവന്നിരുന്നു, കസ്റ്റമൈസ്ഡ് വില്ല എന്ന് പറഞ്ഞിട്ട്. അതിൽ ആകൃഷ്ടനായിട്ടാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ പ്രോജക്റ്റ് മാനേജർ അന്ന് അവിടെ റോയ് ആണ്. ഈ ക്രിസ്റ്റലിൻ്റെ ഈ ഗേറ്റഡ് വില്ല പ്രോജക്റ്റിലെ ഈ കസ്റ്റമൈസ്ഡ് വില്ല പ്രോജക്റ്റിൻ്റെ പ്രോജക്റ്റ് മാനേജർ. പ്രോജക്റ്റ് മാനേജർ ആകുന്നതിന് മുമ്പ് ഈ സെയിൽസ് ഒക്കെ നോക്കിയിരുന്ന മാനേജറായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഈ പ്രോജക്റ്റ് മാനേജർ ആകണം, അതിലൊരു കണ്ണ് റോയ്ക്ക് ഉണ്ടായിരുന്നു, ആകണം എന്നുള്ളത്. നല്ല സെയിൽസ്മാൻ ആയിരുന്നു, ഈ വില്ലകളൊക്കെ നന്നായിട്ട് വിൽക്കുന്ന, ഫ്ലാറ്റ് വിൽക്കുകയും ഒക്കെ ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ സംബന്ധിച്ചൊരു അസറ്റായിട്ട് മാറിയിരുന്നു റോയ് ആ കാലത്ത്. അപ്പോൾ അതിനു മുമ്പ് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ റിസോർട്ടുകളുടെ മാനേജർ ആയിരുന്നു റോയ്, റിസോർട്ട് മാനേജർ ആയിരുന്നു. അപ്പോൾ രാവിലെ റോയ് ഒരു ദിവസം തുടങ്ങുന്നത് ഓഫീസിൽ വന്നിട്ട് കൃഷ്ണൻ നമ്പൂതിരിയുടെ കാലിൽ തൊട്ട് വന്ദിച്ചിട്ട് ആണ് ദിവസമൊക്കെ തുടങ്ങിയത്. അങ്ങനെ കാലിൽ തൊട്ട് വന്ദിക്കുന്നതൊക്കെ വലിയ സന്തോഷമായിരിക്കും ചില ആളുകൾക്ക്. അപ്പം അങ്ങനെ തുടങ്ങിയിരുന്നു. ഈ ലതയുടെയും വലിയ വിശ്വാസം ആർജിച്ചിരുന്നു റോയ് ആ കാലത്ത്. അപ്പോൾ നമ്പൂതിരി അതിനൊക്കെ മുമ്പ് കെൽട്രോണിൽ എഞ്ചിനീയർ ആയിരുന്നു. കെൽട്രോണിൽ എഞ്ചിനീയർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗൾഫിൽ ജോലിക്ക് പോയി. കെൽട്രോൺ എപ്പോഴും പ്രതിസന്ധിയിലായിരുന്നല്ലോ, പല ആളുകളും. ഇപ്പൊ കെൽട്രോണിൽ നമ്മുടെ TG കെൽട്രോണിൽ ജോലി ചെയ്തിരുന്നത്, നീലകണ്ഠൻ, CR നീലകണ്ഠൻ കെൽട്രോണിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ പല ആളുകൾ അവിടുന്ന് ജോലി വിട്ട് വേറെ സ്ഥലത്തേക്കൊക്കെ പോവുമായിരുന്നല്ലോ, അതിൻ്റെ പ്രതിസന്ധി കാരണം. അങ്ങനെ ഗൾഫിൽ പോയി കൃഷ്ണൻ നമ്പൂതിരി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഉണ്ടാക്കിയ പണം കൊണ്ടുവന്നിട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് കൃഷ്ണൻ നമ്പൂതിരി. അപ്പം ഇങ്ങനെയാണ് ബംഗളൂരുവിൽ തുടങ്ങുന്നത്. ഇപ്പൊ ക്രിസ്റ്റൽ കൊച്ചിയിലാണ്. അന്ന് ബംഗളൂരുവിൽ ഈ വേറിട്ട കൃഷ്ണൻ നമ്പൂതിരിയുടെ നല്ല പെരുമാറ്റമൊക്കെ ആയതുകൊണ്ട് ആളുകൾക്കൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ലതയ്ക്ക് വേറെ ജോലി ചെയ്ത് പരിചയമൊന്നുമില്ല, ലതയാണ് ഈ ഫിനാൻസ് ഒക്കെ നോക്കിയിരുന്നത്.
അപ്പോൾ പ്രോജക്റ്റ് എക്സിക്യൂഷൻ്റെ ഒരു ഒഴിവ് വന്നപ്പോൾ പ്രോജക്റ്റ് മാനേജറുടെ അതിൽ റോയിക്ക് കണ്ണു വന്നു. അപ്പോൾ റോയിയുടെ കഴിവുകളിലൊക്കെ വിശ്വാസം ഉള്ളത് കൊണ്ട് അവർ കൃഷ്ണൻ നമ്പൂതിരി അതിലേക്ക് അയാളെ അപ്പോയിന്റ് ചെയ്തു. മാത്രമല്ല ഈ പ്രത്യേകിച്ച് പണമൊന്നും ഇറക്കാതെ റോയിയെ ഇതിൽ പാർട്ട്ണറാക്കി ചേർക്കുകയും ചെയ്തു ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ. അപ്പോൾ 2003 ക്രിസ്റ്റൽ 100 കോടി രൂപയുടെ ക്ലബിൽ കയറി. റിയൽ എസ്റ്റേറ്റ് നല്ല ഒരു ഗ്രൂപ്പായിട്ട് മാറിയത് 100 കോടി ക്ലബിൽ കയറി. നമ്പൂതിരി ശ്രദ്ധിച്ചിരുന്നത്, കൃഷ്ണൻ നമ്പൂതിരി ശ്രദ്ധിച്ചിരുന്നത് സെയിൽസിലാണ്. രഥയ്ക്ക് അത്തരം കാര്യങ്ങളിൽ പരിചയമില്ലല്ലോ. അപ്പോൾ റോയി പതുക്കെ ഈ പണം അദ്ദേഹത്തിൻ്റെതാക്കി മാറ്റിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് ആരോപണം. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിയും അതനുസരിച്ചിട്ട് മാറാൻ തുടങ്ങി. പിന്നീട് കാണുന്ന ആ ജീവിതശൈലിയിലേക്കൊക്കെ മാറാൻ തുടങ്ങി. 2005 ഒരു രാത്രി ഈ ക്ലബ് ഹൗസ് ഉണ്ടല്ലോ, ഈ വില്ല ഒരു ക്ലബ് ഹൗസും ഒക്കെ ഉണ്ടല്ലോ, ആ വില്ലകളുള്ള സ്ഥലത്ത് ആ ക്ലബ് ഹൗസിലെ ഗസ്റ്റ് റൂമിൽ ഒരു പോലീസ് റെയ്ഡ് നടന്നിട്ട് അവിടെ പോലീസ് കമ്മീഷണറായിരുന്ന ആൾക്ക് നമ്പൂതിരിയായിട്ട് നല്ല പരിചയമായിരുന്നു. അപ്പോൾ ആ പോലീസ് കമ്മീഷണർ കുറേ വിവരങ്ങൾ കൊടുത്തു. റോയിയെ പിരിച്ചുവിട്ടു. റെയ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഏത് തരമാണെന്നുള്ളത് ഊഹിക്കുക. അതായത് അതിൻ്റെ ധാർമ്മികതയും മറ്റു കാര്യങ്ങളിലേക്കും നമ്മൾ പോകുന്നില്ല. റോയിയെ പിരിച്ചുവിട്ടു. പക്ഷേ അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ സ്ഥലങ്ങൾ വാങ്ങിയിട്ടുണ്ടല്ലോ ക്രിസ്റ്റലിന് വേണ്ടിയിട്ട്. ഇതൊക്കെ റോയിയോട് ഇന്ന സ്ഥലത്ത് പോയത് നോക്ക്, നമുക്ക് ക്രിസ്റ്റൽ ഗ്രൂപ്പിന് വേണ്ടി മേടിക്കുക എന്നൊക്കെ പറയുമല്ലോ. പാർട്ട്ണറുമാണ്. ഇത് മേടിച്ചിരിക്കുന്നത് മുഴുവൻ റോയിയുടെ പേരിലാണ്, സ്വന്തം പേരിൽ. അതാണ് ഈ സർജാപുരയിൽ ഞാൻ പണ്ടേ മേടിച്ചിരുന്നു സെന്റിന് 6000 രൂപ എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ ഇതൊക്കെ റോയിയുടെ പേരിലാണ് എന്നുള്ളത് വ്യക്തമായി. പിന്നെ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് പ്രകാരം ഈ റിസോർട്ടുകൾ, അതുപോലെ ഈ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സിന്റെ ക്രിസ്റ്റൽ ഗ്രൂപ്പ് പണിതത്, അതൊക്കെ എനിക്ക് വേണം, കുറെ പണവും വേണം, ഞാൻ പിരിഞ്ഞു പോകാൻ ഡിമാൻഡ് ചെയ്തു. അപ്പോൾ കൃഷ്ണൻ നമ്പൂതിരി തർക്കത്തിനൊന്നും നിന്നില്ല, ചെയ്തു. അതൊക്കെ ചെയ്തു. ക്രിസ്റ്റൽ ഗ്രൂപ്പ് പ്രതിസന്ധിയിലായി. പിളരുകയല്ല, പ്രതിസന്ധിയിലാവുന്നു, കടക്കണിയിലൊക്കെ ആകുന്നു. അങ്ങനെ 2005-2006 പുതിയ സ്വന്തമായി കമ്പനി തുടങ്ങുന്നത് റോയ്. അപ്പോൾ ക്രിസ്റ്റലിൽ നിന്നുള്ള മറ്റേ പണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു അതായിരുന്നു മൂലധനം അല്ലേ, ഇതാണ് മൂലധനം എന്നുള്ളത്. അപ്പോൾ ഈ സ്വന്തമായിട്ട് ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ അത് നന്നായിട്ടല്ല പ്രവർത്തിച്ചിരുന്നത്. ഒന്നും സമയബന്ധിതമായിട്ടൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ദുബായിലെ ആദ്യത്തെ പ്രോജക്റ്റിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ആ 96 ഫ്ലാറ്റുകൾ പണിത് അത് ഇരട്ടിപ്പിച്ചതും ഒക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു. അത് വിൽക്കാൻ പറ്റാത്ത ടീമുകൾക്ക് സ്വീകരണം കൊടുക്കുകയും പിന്നീട് ഇത് ഡൗൺ പേയ്മെന്റ് 20% നിന്ന് 10% കുറയ്ക്കുകയും 2 ദിവസം കൊണ്ട് ദുബായിലെ പ്രോജക്റ്റ് വിൽക്കുകയും ഒക്കെ ചെയ്തു. ഇവിടെ സ്വന്തം കമ്പനിയിൽ കാര്യങ്ങൾ ശരിയാത്തത് കൊണ്ട് റോയ് ദുബായിലേക്ക് താമസം മാറ്റി. ആ കാലത്ത് ഇവിടുത്തെ കാര്യങ്ങൾ മര്യാദക്കല്ല, ദുബായിലത്തെ കാര്യങ്ങൾക്കും അങ്ങോട്ടും മാറി. ദുബായിലേക്ക് മാറിയ ശേഷം നമ്മൾ ഈ 40,000 രൂപ 60,000 രൂപ കൊടുത്താലൊക്കെ ഡോക്ടറേറ്റ് കിട്ടില്ലേ ചില സ്ഥലങ്ങളിൽ നിന്ന്. അങ്ങനെ ഡോക്ടറേറ്റ് ആയത്. അപ്പോൾ ക്രിസ്റ്റല് കടക്കണിയിലായ ഭാഗം ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ പ്രോജക്റ്റുകൾ കൃത്യസമയത്ത് ചെയ്യാതെ വന്നപ്പോൾ പല ആളുകളും കേസ് കൊടുക്കുകയൊക്കെ ചെയ്തു. നമ്പൂതിരിയും ലതയും ഒളിവിൽ പോയി. ആ കാലത്ത് കുറച്ചു കാലം ലത ജയിലിലും ഒക്കെ ആയിരുന്നു എന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ നമ്പൂതിരിയെ പറ്റി പിന്നെ വിവരമൊന്നും ഇല്ലാതാവുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ക്രിസ്റ്റൽ വലിയ പ്രശ്നത്തിൽ ആയി. ഇതിൻ്റെ അകത്ത് രാജീവ് മേനോൻ എന്ന് പറഞ്ഞ NRI പറയുന്നത് അദ്ദേഹത്തിൻ്റെ അന്ന് ഗൾഫിലുണ്ടായിരുന്ന ദുബായിലെ ഒരു മുറി ഫ്ലാറ്റിൽ, അതിൻ്റെ സ്വീകരണ മുറിയിൽ
ഉറങ്ങിയിരുന്ന ഒരു സുഹൃത്തിനെ പറ്റി ആണ് പറയുന്നത്. ഉം. ആ സുഹൃത്ത് സ്വന്തമായിട്ടുള്ള കച്ചവടമൊക്കെ പൊളിഞ്ഞിട്ടാണ് ഈ രാജീവ് മേനോന്റെ ഒറ്റമുറി ഫ്ലാറ്റിൽ താമസിക്കാനായിട്ട് വരുന്നത്. ഒരു അഭയം കൊടുക്കുകയാണ്. അപ്പോൾ ആ സുഹൃത്തിന് ഈ ഗാർഡനിങ്, ഡിസൈൻ അതിലൊക്കെ നല്ല പരിചയമാണ്. അപ്പോൾ ആഡംബര വില്ല ദുബായിലുണ്ടല്ലോ റോയ്ക്ക്, റോയ് അവിടെ ഒരു പൂന്തോട്ടം ലാൻഡ്സ്കേപ്പിംഗ് ഈ സുഹൃത്തിനെ ഏൽപ്പിച്ചു. രാജീവ് മേനോന്റെ ലാൻഡ്സ്കേപ്പ് ബിസിനസ് പൊളിഞ്ഞിരുന്നത് കൊണ്ട് ഈ രാജീവ് മേനോന്റെ സുഹൃത്ത് ഒരു സാധാരണഗതിയിലുള്ള കരാറിന്റെ പകുതി പൈസക്കാണ് ഈ റോയിയുടെ ലാൻഡ്സ്കേപ്പിങ്ങിന്റെ കരാർ ഏറ്റെടുക്കുന്നത്. പകുതി സമയത്തിന് മുമ്പ് അത് തീർത്തു കൊടുത്തു. പൂന്തോട്ട നിർമ്മാണം വില്ലയിലെ അഡ്വാൻസ് കൊടുത്തിരുന്നല്ലോ റോയി. ആ അഡ്വാൻസ് അല്ലാതെ ഒറ്റ പൈസ റോയി കൊടുത്തില്ല, ഈ സുഹൃത്തിന് കൊടുത്തില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ ആത്മഹത്യാ വിവരം വന്നപ്പോൾ ഇപ്പം നോർത്ത് ഇന്ത്യയിലുണ്ട് ഈ സുഹൃത്ത് രാജീവ് മേനോന്റെ. അപ്പോൾ രാജീവ് മേനോൻ ഈ സുഹൃത്തിനെ വിളിച്ചിരുന്നു. വല്ലതും കിട്ടിയോ പിന്നീട് അന്നത്തെ എന്ന് ചോദിച്ചു. ഇല്ല, 5 പൈസ പിന്നീട് തന്നിരുന്നില്ല. 5 ലക്ഷം രൂപ അന്ന് അഡ്വാൻസ് അല്ലല്ല, 5 ലക്ഷം രൂപ ബാക്കി തരാനുണ്ടത് ഉള്ളത് തന്നിട്ടില്ല, 1 പൈസ പോലും തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കോവിഡ് കഴിഞ്ഞിട്ടാണ് ആ സുഹൃത്ത് നാട്ടിലേക്ക് അവിടെ നിന്ന് മാറിയത്. അപ്പോൾ എന്നിട്ട് രാജീവ് മേനോൻ ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, കൂടുതൽ പണം മനുഷ്യനെ വിഷം കൂടിയ മൂർഖനാക്കി മാറ്റും, ആ വിഷം അവനെ തന്നെ അന്ധകനാക്കിയും മാറ്റും. ഇതാണ് പറഞ്ഞു വെക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പറയുന്ന CJ റോയിയുടെ ഒരു ജീവിത ചരിത്രം നോക്കുമ്പോൾ അത്ര സുഖകരമല്ല. ഒരു ചതിയുടെയും വഞ്ചനയുടെയും ഒക്കെ ഒരുപാട് നിഴൽപ്പാടുകൾ തെളിഞ്ഞു നിൽക്കുന്നതാണ് സാർ ഈ പറയുന്നതിൽ വ്യക്തമാകുന്നത്. ഇത്രയൊക്കെ പറഞ്ഞാൽ പോരെ? അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.